യാസ്വക്കിച്ചാൻ മരിച്ചു. വസന്തത്തിലെ അവധിക്കാലം കഴിഞ്ഞു. സ്കൂൾ തുറന്ന ആദ്യത്തെ പ്രഭാതമായിരുന്നു. അങ്കണത്തിൽ സമ്മേളിച്ചിരുന്ന കുട്ടികൾക്ക് മുമ്പിലായി പതിവ് പോലെ കൈകൾ കീശയിൽ തിരുകി കോബയാഷി മാസ്റ്റർ നിന്നു. പക്ഷെ അല്പനേരത്തേക്ക് അദ്ദേഹം ഒന്നും തന്നെ മിണ്ടിയില്ല. പിന്നെ കൈകൾ മെല്ലെ കീശയിൽ നിന്ന് പുറത്തെടുത്തുകൊണ്ട് കുട്ടികളിലേക്ക് മുഖമുയർത്തി. മാസ്റ്ററുടെ കണ്ണുകളിൽ കരച്ചിൽ തലം കെട്ടി നിന്നിരുന്നു. യാസ്വക്കിച്ചാൻ മരിച്ചു. ശബ്ദം താഴ്ത്തി അദ്ദേഹം പറഞ്ഞു. ഇന്നു അവന്റെ ശവസംസ്കാരമാണ്. നമ്മളെല്ലാം അങ്ങോട്ട് പോകുന്നു. അദ്ദേഹം തുടർന്നു. എനിക്കറിയാം, അവൻ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം അവസാനിച്ചു. എനിക്കും. അതുവരെ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞുള്ളൂ. ആ മുഖം ചുവന്ന് ഇരുണ്ടു. കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. കുട്ടികൾ ആകെ സ്തംഭിച്ചു പോയിരുന്നു. ആരും ഒരക്ഷരം ഉരിയാടിയില്ല. എല്ലാവരും യാസ്വക്കിച്ചാനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. ഇത്രയേറെ ദുഃഖപൂർണമായ മൂകത ടോമോയുടെ മുഖത്ത് മുൻപൊരിക്കലും തലം കെട്ടി നിന്നിട്ടില്ല. ഹോ, ഇത്ര പെട്ടെന്ന് മരിക്കുക? കൊച്ചു ടോട്ടോ ചിന്തിച്ചു. അങ്കിൾ ടോമിന്റെ മുറി ഞാൻ വായിച്ചു തീർത്തതുപോലുമില്ല. യാസ്വക്കിച്ചാൻ അത് വായിക്കാൻ എന്ത് ധൃതിയായിരുന്നു. അവധിക്ക് മുമ്പ് കൊണ്ടുവരണം ട്ടോ എന്നു അവൻ തന്നോട് ചട്ടം കെട്ടിയതാണ്. ടോട്ടോച്ചാൻ അവന്റെ വളഞ്ഞ വികൃതികളായ വിരലുകളെ കുറിച്ച് ഓർത്തു. അത് ഒടുവിൽ കണ്ടതെപ്പോഴാണ്? അതെ, വസന്തത്തിലെ അവധിക്ക് തൊട്ടു മുമ്പ് അങ്കിൾ ടോമിന്റെ മുറി കൈമാറി പരസ്പരം യാത്ര പറയുമ്പോൾ. അവൾ വീണ്ടും ഓർക്കുകയായിരുന്നു ആദ്യമായി അവനെ കണ്ട ദിനം. കുട്ടി എന്താ അങ്ങനെ നടക്കണേ? അവളുടെ ചോദ്യം. അത് പോലിയോ വന്നതോണ്ടാ, അവന്റെ ശാന്തമായ ഉത്തരം. നേർത്ത പുഞ്ചിരിയും മുഴുങ്ങുന്ന ശബ്ദവും. പിന്നെ ആ പഴയ വേനലൊഴിയിൽ അവരിരുവരും മാത്രം അറിഞ്ഞ മരക്കയറ്റിന്റെ ആഹ്ലാദം. സാഹസികതയുടെ, ആത്മസംതൃപ്തിയുടെ ആ വേനൽ വേദനയോടെ കൊച്ചു ടോട്ടോ ഓർത്തു. എന്തൊരു ഭാരമായിരുന്നു അവന്റെ ശരീരത്തിന്. മുതിർന്ന കുട്ടിയായിരുന്നിട്ടും മടി കൂടാതെ അവൻ അവളെ തന്നെ ആശ്രയിച്ചു, വിശ്വസിച്ചു. അന്നു മരക്കൊമ്പത്തിരുന്ന് അമേരിക്കയിലുള്ള ടെലിവിഷൻ എന്ന് വിശേഷപ്പെട്ട പെട്ടിയെക്കുറിച്ച് അവളോട് പറഞ്ഞത് യാസ്വക്കിച്ചാനാണ്. ടോട്ടോച്ചാനും യാസ്വക്കിച്ചാനും ഏറ്റവും നല്ല കൂട്ടുകാരായിരുന്നു. അവർ ഒന്നിച്ചിരുന്ന് ഊണ് കഴിച്ചു. ഇടവേളകൾ ഒന്നിച്ച് ചെലവഴിച്ചു. പള്ളിക്കൂടം വിട്ട് സ്റ്റേഷനിലേക്ക് ഒന്നിച്ച് നടന്നുപോയി. ഇനി അതൊന്നും ആവർത്തിക്കില്ല എന്ന് കൊച്ചു ടോട്ടോയ്ക്കറിയാം. മരണം എന്നാൽ യാസ്വക്കിച്ചാൻ ഇനി ഒരിക്കലും സ്കൂളിലേക്ക് വരില്ല എന്ന് തന്നെയാണ്. ആ പഴയ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ കൊച്ചു ടോട്ടോ എങ്ങനെയൊക്കെ വിളിച്ചാലും ചിര കണക്കാനാവാതെ. ദീനൻ ഷോഫുവിലെ യാസ്വക്കിച്ചാന്റെ വീടിനെതിർവശത്തുള്ള ഒരു പള്ളിയിലായിരുന്നു ശവസംസ്കാര ചടങ്ങ്. ജിയുബോക്കയിൽ നിന്ന് അങ്ങോട്ടേക്ക് നിരനിരയായി നടന്ന് നീങ്ങുമ്പോൾ കുട്ടികൾ നിശബ്ദരായിരുന്നു. ടോട്ടോച്ചാൻ മുഴുവൻ സമയവും തല കുനിച്ചാണ് നടന്നത്. പതിവ് പോലെ ചുറ്റുപാടും കണ്ണുകൾ പായിച്ച് കൗതുകങ്ങൾ കണ്ടെത്താൻ അവൾക്ക് തോന്നിയില്ല. ആ ദുഃഖവാർത്ത മാസ്റ്റർ പറയുമ്പോഴുണ്ടായ വികാരമല്ല ഇപ്പോൾ അവളുടെ മനസ്സിൽ. തീവ്രമായ മറ്റെന്തോ ഉള്ളിൽ വന്ന് നിറയുന്നതായി അവൾ അറിഞ്ഞു. മരണവാർത്ത ആദ്യം കേട്ടപ്പോൾ അവിശ്വാസമായിരുന്നു. പിന്നെ കടുത്ത ദുഃഖം തോന്നി. പക്ഷെ ഇപ്പോൾ അവൾക്ക് ആകെ വേണ്ടിയിരുന്നത് യാസ്വക്കിച്ചാനെ ഒരിക്കൽ കൂടി ജീവനോടെ കാണുക മാത്രമായിരുന്നു. അവൾക്ക് അവനോട് സംസാരിക്കണം ആയിരുന്നു. അടക്കാനാവാത്ത പാരവശ്യത്തോടെ അവൾ നടന്നു. ലില്ലിപ്പൂക്കളുടെ വെളുപ്പ് കൊണ്ട് പള്ളിമുറ്റം നിറഞ്ഞിരുന്നു. അവിടെ യാസ്വക്കിച്ചാന്റെ പ്രിയപ്പെട്ട അമ്മ, സഹോദരിമാർ, മറ്റു ബന്ധുക്കൾ എല്ലാവരും കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞിരുന്നു. ടോട്ടോച്ചാനെ കണ്ടതും അവരുടെ ദുഃഖം അണപൊട്ടിയൊഴുകി. ടോട്ടോച്ചാൻ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് അന്ന് ആദ്യമായിട്ടായിരുന്നു. ഒരുപാട് ദുഃഖപൂരിതമാണ് ആ മുഹൂർത്തമെന്ന് അവൾ അറിഞ്ഞു. ആരും ഒന്നും സംസാരിച്ചില്ല. ഓർഗാനിൽ നിന്ന് ഒഴുകി വരുന്ന വിഷാദത്തിന്റെ നേർത്ത രാഗങ്ങൾ മാത്രം. ഉയരെ സൂര്യൻ തിളങ്ങിക്കൊണ്ടിരുന്നു. പള്ളി പകൽ വെളിച്ചത്തിൽ കുളിച്ചു നിന്നു. അതിനുള്ളിൽ ഒരിടത്തും പക്ഷേ ആഹ്ലാദത്തിന്റെ നേരിയ സ്പർശം പോലുമില്ല. ഇരുണ്ട ബാൻഡ് വാദ്യത്തിൽ നിന്നിരുന്ന ഒരു മനുഷ്യൻ ടോമോ വിദ്യാർത്ഥികളുടെ സമീപത്തേക്ക് വന്നു. അവൾക്ക് ഓരോ വെള്ളപ്പൂ വീതം നൽകി. വരിവരിയായി നടന്നു ചെന്നു. പൂക്കൾ യാസ്വക്കിച്ചാന്റെ ശവമഞ്ചത്തിൽ അർപ്പിക്കാൻ അയാൾ കുട്ടികളോട് മന്ത്രിച്ചു. പൂക്കളെ കൊണ്ട് നിറച്ച പെട്ടിയിൽ കണ്ണുകൾ എന്നേക്കുമായി അടച്ച യാസ്വക്കിച്ചാൻ കിടന്നു.
മരിച്ചു കഴിഞ്ഞിരുന്നുവെങ്കിലും പഴയ ആ കാരുണ്യവും കൗശലവും അവൻ്റെ മുഖത്തിൽ ഇപ്പോഴും തളം കെട്ടി കിടക്കുന്നതായി ടോട്ടോച്ചാന് തോന്നി. അവൾ മുട്ടുകുത്തിയിരുന്നു. പൂവ് ചിരപരിചിതമായ ആ കൈകളുടെ അരികിൽ വെച്ചു. വിരലുകളിൽ മൃദുവായി സ്പർശിച്ചു. എല്ലായ്പ്പോഴും അവൾ വാത്സല്യത്തോടെ ചുറ്റിപ്പിടിച്ചിരുന്ന വികൃതികളായ വിരലുകൾ. അവൻ്റെ കൈകളെന്നും അഴുക്കിൽ പുതഞ്ഞ അവളുടെ കുഞ്ഞു കൈകളേക്കാൾ വലുതുവയായിരുന്നു. വിരലുകൾ മുതിർന്നവരുടെ പോലെ മെലിഞ്ഞു നീണ്ടുവയും. ഉറങ്ങാണ് അല്ലേ? ഉവ്, അവൾ യാസ്വക്കിച്ചാനെ മന്ത്രിച്ചു. ചിലപ്പോൾ നമ്മൾ വലുതാവുമ്പോൾ എവിടെയും വെച്ച് വീണ്ടും കാണാതിരിക്കും. അന്ന് ചിലപ്പോൾ നിന്റെ പോലിയോ സുഖമായി കഴിഞ്ഞിരിക്കും. ടോട്ടോച്ചാൻ എഴുന്നേറ്റു. കൂട്ടുകാരനെ ഒരിക്കൽ കൂടി നോക്കി. ഹായ്, അങ്കിൾ ടോമിൻ്റെ മുറി, അവൾ പെട്ടെന്ന് പറഞ്ഞു. ഞാനത് മറന്നുപോയി. ഇപ്പോൾ എനിക്ക് അത് തിരിച്ചു തരാൻ പറ്റില്ല. പോട്ടെ, സാരില്ല. ഞാനത് സൂക്ഷിച്ചു വെച്ചേക്കാം ട്ടോ. ഇനിയെങ്കിലും കാണുമ്പോൾ തരാം. നടന്നകലാൻ തുടങ്ങുമ്പോൾ പിന്നിൽ അവൻ്റെ ശബ്ദം അവൾ കേട്ടു. ടോട്ടോച്ചാൻ, നിനക്ക് ഓർമ്മയില്ലേ? അതെ, ഉറപ്പായി അവൾ അത് കേട്ടു. നമ്മൾ ഒന്നിച്ച് എന്തൊക്കെ വികൃതികളാ കാട്ടിയേ. ഹോ, എന്തു രസമായിരുന്നു. ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല ട്ടോ. പള്ളിവാതിലുകളിൽ എത്തിയപ്പോൾ അവൾ തിരിഞ്ഞു നിന്നു. ഞാൻ നിന്നെയും ഒരിക്കലും മറക്കില്ല, അവൾ പറഞ്ഞു. തീവണ്ടി പള്ളിക്കൂടത്തിലെ 1-ാം താരകരുടെ മുറിയിൽ വെച്ച് യാസ്വക്കിച്ചാനെ ആദ്യമായി കണ്ട ആ പ്രഭാതത്തിലെ പോലെ വസന്തരാശിയിൽ സൂര്യൻ സൗമനസ്യത്തോടെ തിളങ്ങിയിരുന്നു. ഒരു വ്യത്യാസം മാത്രം. ഇപ്പോൾ ടോട്ടോച്ചാൻ കരയുകയായിരുന്നു.